ഒരാൾ എന്തുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇതൊരു സോവറിൻ ഗ്യാരണ്ടി ഉള്ളതാണ്. ആസ് ലോങ് ആസ് ഇന്ത്യ ഗവൺമെന്റ് ഇസ് there, you will get the money back. സോ ഇന്നത്തെ ഒരു ഡിജിറ്റൽ കാലത്ത് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടി ക്രമാതീതമായിട്ട് നമ്മുടെ IT മോഡേണൈസേഷൻ പ്രോഗ്രാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു നിലപാട് തന്നെ ഓൾറെഡി ഒരു ഫിജിറ്റൽ മോഡാണ്. ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ. ഫിജിറ്റൽ നമ്മൾ കരുതുന്നത് കത്തുകളിൽ മാത്രം നിന്നിരുന്ന പോസ്റ്റ് ഓഫീസ് പണ്ട് തൊട്ട് തന്നെ കത്തുകൾക്ക് ഉപരി ഇൻഷുറൻസും ബാങ്കിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോസ്റ്റ് ഓഫീസ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സേവിങ്സ്? പലരും കിട്ടുന്ന സാധനങ്ങൾ ചെലവഴിക്കുന്നവർക്ക് ഒരു തുടക്കം വേണമല്ലോ. ആ തുടക്കത്തിന് മാസം ഒരു 100 രൂപ വെച്ച് മാറ്റി വെക്കാൻ കഴിയുന്നവർക്ക് തുടങ്ങാവുന്നതാണ് ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്. നമ്മൾ ബോസ്വാല തന്നെ ഒരുപാട് സ്കീമുകളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്കീംസുകൾ ഏതൊക്കെയാണ്? ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്കീംസ് ഏതൊക്കെയാണ്? ഇൻഡസ്ട്രി തന്നെ ഏറ്റവും കുറവായിട്ടുള്ള പ്രീമിയവും ഏറ്റവും കൂടുതലായിട്ടുള്ള ബോണസും നൽകുന്നത് ഇന്ത്യ പോസ്റ്റിന്റെ ഈ എൻഡോമെന്റ് പോളിസിയാണ്. നമ്മുടെ ചാനലിൽ ധാരാളം പോസ്റ്റ് ഓഫീസ് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വരുന്ന കമന്റ്സ്, കോമൺ ആയിട്ട് വരുന്ന ചില കമന്റ്സ് എന്ന് പറയുന്നത്, ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല, അവർ എന്നോട് പറയുന്നത് ഫേക്ക് ന്യൂസ് ആണ്, ഇങ്ങനെ ഒരു സ്കീമില്ല. ഇങ്ങനെ ധാരാളം ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല എന്ന രീതിയിലുള്ള ധാരാളം പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് ആസ് എ ചാനൽ, ആസ് എ പ്ലാറ്റ്ഫോം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമസ്കാരം, ബോസ്വാല മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെറ്റപ്പിലാണുള്ളത്. സാധാരണ നിങ്ങൾ കാണുന്ന ഒരു സെറ്റപ്പിൽ വിപരീതമായിട്ട് നമ്മളിന്ന് റിയലിസ്റ്റിക് സെറ്റപ്പിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ജനറൽ പോസ്റ്റ് ഓഫീസ്. അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ പോസ്റ്റ് ഓഫീസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാകും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ, ഇന്ത്യ പോസ്റ്റിലെ തന്നെ വൺ ഓഫ് ദ മേജർ റോൾസ് അലങ്കരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇന്നത്തെ ഒരു ഭാഗ്യം. ഡോക്ടർ വിഷ്ണു അംബരീഷ് MS, ഡയറക്ടർ ഓഫ് പോസ്റ്റൽ സർവീസസ്. നമുക്ക് അദ്ദേഹത്തെ ബോസ്വാല മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രേക്ഷകരോട് ഇന്ന് അദ്ദേഹം പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസസിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പോവുകയാണ്. നിങ്ങൾ ഇത്രയും കാലം നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ച സംശയങ്ങൾക്കെല്ലാം അദ്ദേഹം റിപ്ലൈ തരാൻ പോവുകയാണ്. സർ, വെൽക്കം ടു ബോസ്വാല. താങ്ക്സ് ഫോർ യുവർ ടൈം ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു. ഗ്ലാഡ് ടു ബി. സർ, ബേസിക് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് സ്കീമുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. സോ നമ്മൾ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ അറിയാത്ത ആരും ഉണ്ടാവില്ല. വളരെ കോമൺ ആയിട്ടുള്ള ഒരു സർവീസാണ് പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഒരു ഡിജിറ്റൽ കാലത്ത് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്? അതിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് പോകാം. 150-ലേറെ വർഷം പാരമ്പര്യമുള്ള ഇന്ത്യ പോസ്റ്റ്, അത് ഈ കാലങ്ങൾ അത്രയും കൊണ്ട് ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും ഒരു പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന ഹിക്കിം, 14,000 അടിക്ക് മുകളിലുള്ള ഹിക്കിം, വേൾഡ്സ് ടോളസ്റ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഹിക്കിമിലാണെങ്കിലും, ആൻഡമാൻ ആണെങ്കിലും, ലക്ഷദ്വീപ് ആണെങ്കിലും, കന്യാകുമാരി ആണെങ്കിലും, എല്ലാ ഇടങ്ങളിലും ഡെസേർട്ടിൻ്റെ ഇടയിലും ആണെങ്കിലും പോസ്റ്റ് ഓഫീസുകൾ നിലനിൽപ്പുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കാലക്രമേണ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് മാറുന്നു. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ അതിനു വേണ്ടി ക്രമാതീതമായിട്ട് നമ്മുടെ IT മോഡേണൈസേഷൻ പ്രോഗ്രാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു നിലപാട് തന്നെ ഓൾറെഡി ഒരു ഫിജിറ്റൽ മോഡാണ്. ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ. ഫിജിറ്റൽ മോഡാണ്. ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ആ കണ്ടിന്യൂസ് പ്രോസസ്സിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല സോഫ്റ്റ്വെയറും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വേവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. IT മോഡേണൈസേഷൻ 2.0. നമ്മൾ അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി എന്ന് പറയുന്ന പുതിയ സോഫ്റ്റ്വെയർ കഴിഞ്ഞ വർഷം നമ്മൾ റോൾ ഔട്ട് ചെയ്തു. ആ റോൾ ഔട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, മുമ്പത്തെ നമ്മൾ ഇൻഫോസിസ് അല്ലെങ്കിൽ TCSുമായിട്ട് ചേർന്ന് അവർ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ് തന്നെ പ്രോഗ്രാം ചെയ്തതും, അതേപോലെ തന്നെ കുറച്ച് ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമ്മൾ കോൺട്രാക്റ്റിലെടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ നമ്മൾ ഇപ്പം റൺ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ വെരി ഗുഡ് തിങ്. അതിനോടൊപ്പം തന്നെ എല്ലാ സൊല്യൂഷൻസും നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് നമ്മളത് മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിൽ വരുമ്പം ഇപ്പം നമ്മൾ പോസ്റ്റൽ ഒരുപാട് മേഖലകളിൽ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നത് കത്തുകളിൽ മാത്രം നിന്നിരുന്ന പോസ്റ്റ് ഓഫീസ് പണ്ട് തൊട്ട് തന്നെ കത്തുകൾക്ക് ഉപരി ഇൻഷുറൻസും ബാങ്കിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. പണ്ടൊക്കെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ വെറും കത്തയക്കുക എന്നുള്ള ഒരു സംഭവം മാത്രമായിരുന്നല്ലോ. മെയിൻ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കത്ത് ആരും അയക്കുന്നില്ല. ഇപ്പോൾ ഒരു ഫാൻസി ആയിട്ട് മാത്രമാണ് ആൾക്കാർ കത്തൊക്കെ അയക്കുന്നത്. സോ അതിലുപരി എന്തൊക്കെ സർവീസസ് ആണ്? ആക്ച്വലി സാർ അത് പറഞ്ഞു, പക്ഷേ then I am asking as a question. കത്തുകൾ അയക്കുന്നതിനോടൊപ്പം പണ്ട് തൊട്ട് തന്നെ ഒരു സേവിങ് സ്കീം, പോസ്റ്റ് സേവിങ് സ്കീം, അത് വളരെയധികം പോപ്പുലറാണ്. ഒരുപാട് ആൾക്കാർ അത് ഉപയോഗിക്കുന്ന ഒരു സർവീസാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഐ തിങ്ക് ഓൾമോസ്റ്റ് 15 ലക്ഷം കോടി ഒരു സമാഹരണം നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ പോസ്റ്റ്. ഇത് മാത്രമല്ല, പണ്ട് തൊട്ട് തന്നെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഷുറൻസിൽ ആദ്യം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഓഫർ ചെയ്തിട്ടുള്ളൂ.
ഇത് ഇൻഷുറൻസ് തുടങ്ങുന്നത് തന്നെ ആദ്യ കാലത്ത് നമ്മുടെ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് ജീവന് ഭീഷണിയുള്ള ഇപ്പോൾ പണ്ട് പോസ്റ്റ് ഓഫീസുകൾ ഇത്രയും ദൂരങ്ങളിലാണ് അവർ പലരും കാൽനടയായിട്ട് പോകുന്നു. അപ്പം അവർക്ക് വേണ്ടി തുടങ്ങിയ ഇൻഷുറൻസ് പിന്നെ ബാക്കിയുള്ള സർക്കാർ ജീവനക്കാരിലേക്കും ഇപ്പം പിന്നെ അത് പ്രൊഫഷണലുകളിലേക്കും ഇപ്പം കൊടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് ഇടയ്ക്ക് ഗ്രാമത്തിലുള്ളവർക്കും റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇന്ത്യൻ റെയിൽവേ പോലെ തന്നെ അത്രക്കും ബൃഹത്തായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്നത്. സാർ പറഞ്ഞ ഹിക്കിം അല്ലേ? ഹിക്കിം തൊട്ട് നമ്മുടെ തീരപ്രദേശം കന്യാകുമാരി അത്രയും മനസ്സിലായില്ലേ? അത്രയും സ്ഥലങ്ങളിൽ ഈ ഒരു ശൃംഖല വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ ലോകത്തെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്ക് ഇന്ത്യയാണ്. അത് 1.64 lakh പോസ്റ്റ് ഓഫീസുകൾ അടുപ്പിച്ച് ഇപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും ഒരു പോസ്റ്റ് ഓഫീസെങ്കിലും ഉണ്ട്. ചില ഗ്രാമങ്ങളിൽ ഒന്നിൽ കൂടുതൽ വരെ ഉണ്ട്. അത്രയും റീച്ചുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ പോസ്റ്റ്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്? ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞു. അപ്പം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും മുകളിൽ സെക്രട്ടറി അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ എന്ന പോസ്റ്റുകളുണ്ട്. അവരുടെ കീഴിൽ ഒരു പോസ്റ്റൽ സർവീസ് ബോർഡ്, അതിന് കീഴിലാണ് പല സംസ്ഥാനങ്ങളെയും സർക്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും റഫ്ലി ഒരു സർക്കിളായിട്ടും വരും. പക്ഷേ ചില കേസുകൾ ഒന്നിൽ കൂടുതലാണ്. കാരണം ഇപ്പം കേരളം പ്ലസ് ലക്ഷദ്വീപാണ് കേരള സർക്കിൾ വരുന്നത്. ഈ സർക്കിളുകളിൽ 3 റീജിയനായിട്ട് ഈ സർക്കിൾ ഹെഡ് ചെയ്യുന്നതാണ് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്ന് പറയുന്നത്, സ്റ്റേറ്റിൻ്റെ ഹെഡ്. ആ സ്റ്റേറ്റിൻ്റെ കീഴിൽ റീജിയൻസ് വരുന്നുണ്ട്. റീജിയൻസിൻ്റെ ഹെഡായിട്ട് വരുന്ന ആളാണ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്ന് പറയുന്നത്. ഈ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിനെയും പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെയും അസിസ്റ്റ് ചെയ്യുന്നതാണ് ഡയറക്ടേഴ്സ് ഓഫ് പോസ്റ്റൽ സർവീസസ്. ഇതിന് താഴെയുള്ള ചെറിയ യൂണിറ്റുകളാണ് ഡിവിഷൻസ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ഡിവിഷൻസ് മേക്ക് എ റീജിയൻ, മൾട്ടിപ്പിൾ റീജിയൻസ് മേക്ക് എ സർക്കിൾ, ആൻഡ് ഓൾ സർക്കിൾസ് വിൽ ഫോം ദ എൻ്റയർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കാലത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ഇന്ത്യ പോസ്റ്റ്? അതായത് ജനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിൽ ഇന്ത്യ പോസ്റ്റ് വഹിക്കുന്ന ഇന്നത്തെ കാലത്തുള്ള ഒരു പങ്ക് എന്താണ്? ഇന്ത്യ പോസ്റ്റിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഒരു യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ എന്ന് പറയും. അതായത് ഏറ്റവും റിമോട്ടായിട്ടുള്ള ഏരിയ, ഇന്ത്യ ഇങ്ങനെ വല്ലാതെ പറന്ന് കിടക്കുന്നതാണ്. എല്ലായിടത്തും ഒരേ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. പല ആൾക്കാരും വളരെ റിമോട്ടായിട്ടുള്ള പ്ലേസുകളായിരിക്കും. അപ്പോൾ അവിടെയുള്ളവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം വേണം. ഒരു പാർസൽ കിട്ടുകയാണെങ്കിൽ, പണ്ട് കത്താണെങ്കിൽ 10, ഇന്ന് പാർസലാണെങ്കിൽ പാർസൽ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസ് ആണെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ് സർവീസ്, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സർവീസ്. ഇതൊക്കെ കൊണ്ട് എത്തിക്കുക എന്നുള്ളൊരു ഒബ്ലിഗേഷൻ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിലാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സർവീസ് ഡെലിവറി, പബ്ലിക് സർവീസ് ഡെലിവറി, അതും ഡെലിവറി ടു എ വെരി ക്ലോസ് ലൊക്കേഷൻ. അതായത് 5 കിലോമീറ്ററിൽ കൂടുതൽ ആരും യാത്ര ചെയ്യേണ്ടി വരരുത്. അതോടൊപ്പം തന്നെ കഴിവതും ഡോർ സ്റ്റെപ്പിൽ തന്നെ ഡെലിവറി ചെയ്യുക എന്നുള്ളത് കത്തുകളും. അപ്പം ഈ സർവീസിൻ്റെ ഒബ്ലിഗേഷൻ ഭാഗമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. പിന്നെ ആ സർവീസ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു? മുമ്പ് മാനുവലായിട്ട് കൊടുത്തിരുന്നത് നമ്മൾ ഇൻക്രീസിംഗ്ലി ഡിജിറ്റൽ ആവുകയാണ്. ഇന്നത്തെ നമ്മുടെ ന്യൂ സെറ്റപ്പ് പ്രകാരം ടെക്നോളജിക്കലി അസിസ്റ്റഡ് ആയിട്ട് നമുക്ക് പണ്ട് കൊടുത്തിരുന്ന സേവനങ്ങൾ വളരെയധികം ഒരു ഇൻഡസ്ട്രി ലെവലിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഹോണറബിൾ മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്ത് 24 and 48 hour സ്പീഡ് പോസ്റ്റ്. ഓക്കെ. അതായത് ഇന്ന് നമ്മൾ അത് മെട്രോയിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ബുക്ക് ചെയ്യുന്നത് മറ്റേത് മെട്രോയിലേക്കും 24 മണിക്കൂറിനകം ഡെലിവറി ചെയ്യും. ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ ഡൽഹി അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ കോൽക്കട്ട ഡെലിവറി ചെയ്യും. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇന്ന് ബുക്ക് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ നേരിട്ട് ബാഗിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്നു, കണക്ട് ആവുന്നു, കൊടുക്കുന്നു. കോസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. സ്പീഡ് പോസ്റ്റിനെക്കാളും കുറച്ച് കൂടുതലാണ്. പക്ഷേ കമ്പയർഡ് ടു കോമ്പറ്റീറ്റീവ് പ്ലേയേഴ്സ് ഇറ്റ് ഇസ് ഫാർ ലെസ്. സാധാരണ മുമ്പ് ഉണ്ടായിരുന്ന സ്പീഡ് പോസ്റ്റിനെക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇപ്പം പല കേസുകളിലും ഈ 1 night അഷ്വർഡ് ഡെലിവറി കിട്ടാനാണെങ്കിൽ they have to pay 1,000+ rupees. Okay. While we are offering it around 200-300 based upon the distance and various categories. ഇത് ആക്ച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയുള്ള ഒരു സ്പാനിനുള്ളിൽ നമുക്ക് നമ്മുടെ പാഴ്സൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്തിക്കാം ഇന്ത്യ പോസ്റ്റിന്റെ സഹായത്തോടു കൂടി എന്നാണ് സാറ് പറഞ്ഞത്. അതിപ്പോൾ മെട്രോയിലാണ് തുടങ്ങിയിട്ടുള്ളത്. മെട്രോ നഗരങ്ങൾ കൊച്ചിയിലുണ്ടോ? ഇല്ല. ഇപ്പം ബാംഗ്ലൂർ പൈലറ്റാണ്. ഇത് വരും. ഇപ്പം തുടങ്ങിയിട്ടുള്ളത് ഇപ്പം മെട്രോസ് വെച്ചാണ് നമ്മൾ പൈലറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതായത് ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ,
ഡൽഹി, കൊൽക്കത്ത. കൊൽക്കത്ത അത്രയും ഈ സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ക്യാൻ, ബിക്കോസ് 90 കുറേ ട്രാഫിക് വരുന്നത് ഈ ഏരിയകളിലാണ്. ഓക്കെ. ഫസ്റ്റ് അവിടെ ഇത് തുടങ്ങിയിട്ട് ഈ മെട്രോ ബിറ്റ്വീൻ ദീസ് മെട്രോസ് ഓക്കെ, അങ്ങനെയാണ് വരുന്നത് അല്ലേ? and almost the entire major parts of the city is covered, not everywhere. സോ ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? ആളുകൾ എന്തുകൊണ്ട് ഈ ഒരു സർവീസ് ചൂസ് ചെയ്യണമെന്നാണ് സാർ പറയുന്നത്? ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഡോക്യുമെന്റ് മറ്റേ സെറ്റിൽ അല്ലെങ്കിൽ ചിലപ്പം വിസ ഡോക്യുമെന്റ് ആയിരിക്കും, അങ്ങനെയുള്ള പല ഡോക്യുമെന്റ്സും പെട്ടെന്ന് എത്തിക്കേണ്ടി വരും. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് ഇതിന്റെ നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം, ഒരുപാട് ട്രയൽസ് റൺ ചെയ്തതിന് ശേഷം, ഒരുപാട് നമ്മൾ ട്രയൽ പ്രോപ്പറായിട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ക്വാണ്ടിഫൈ ചെയ്തതിന് മാത്രമേ നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പം ഈ ടെസ്റ്റ് ചെയ്തതിൽ തന്നെ നമ്മൾ 98% വരെയാണ് മിക്ക സ്ഥലങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 98% യു വിൽ ഗെറ്റ് ഇറ്റ് ഓൺ ദ നെക്സ്റ്റ് ഡേ. ആൻഡ് വേർ യു ആർ നോട്ട് ഗെറ്റിംഗ്, യു ആർ ഗെറ്റിംഗ് ഫുൾ റീഫണ്ട്. ഫുൾ റീഫണ്ട് കിട്ടും. യെസ്. ആ 2% എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു എറർ വരാൻ കാരണം? Why it is not 100%? That 2% will be delivered because of some other issues. അതായത് ചിലപ്പം കിട്ടുന്നത് ലേറ്റായി കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കാനിങ്ങിൻ്റെ എറർ വന്ന് കാണാം. ബട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഡെലിവേർഡ് ഇൻ 24, ഇറ്റ് ഡെഫിനറ്റ്ലി വിൽ ബി ഡെലിവേർഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അങ്ങനെയാണ്, അല്ലാണ്ട് അത് മിസ്സാവുന്നതല്ല. അത് ചിലപ്പോൾ ബട്ട് 98% ഇറ്റ്സ് ഓൾമോസ്റ്റ് എ വെരി ഹൈ പെർസെൻറ്റേജ് ഓഫ് ദ വെറ്റ് വി ആർ കണ്ടക്ടിങ്, ആൻഡ് ഡെഫിനറ്റ്ലി വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് റീച്ച് ടു 1000. അപ്പോൾ ഐ എം ടെല്ലിങ് ഇൻ ദ ട്രയൽ നമ്മളിത് തുടങ്ങിയതേ ഉള്ളൂ. ആസ് ദ നമ്പേഴ്സ് വിൽ ഇൻക്രീസ്, കാരണം നമ്മൾ വളരെ സ്മോൾ നമ്പേഴ്സിലാകുമ്പോഴത്തേക്കും ഈവൻ ട്രയൽ റൺ ചെയ്തുകൊണ്ട് ഈവൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓൾസോ വിൽ മേക്ക് ദ ഡിഫറൻസ്. ബട്ട് വെൻ യു ആർ ഹാവിംഗ് ലാർജർ നമ്പേഴ്സ് ഇറ്റ് വിൽ ഇഞ്ച് ക്ലോസർ ടു ദ 100%. പിന്നെ ദെൻ വി ആർ ലുക്കിംഗ് ടു ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 99 points. അങ്ങനെയുള്ള ഒരു എഫിഷ്യൻസിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്കി നഗരങ്ങളിലേക്ക് ഏകദേശം എപ്പോഴാണ് വരുന്നത്? അതിനെപ്പറ്റി വല്ല സൂചനയും സാറിന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഇതൊരു ഫേസ് ആയിട്ടാണ്. കറന്റ്ലി വി ആർ നൗ റോൾഡ് ഔട്ട് ഇൻ മെട്രോസ്, ബട്ട് ദ പോളിസി ഇസ് ദാറ്റ് ഇറ്റ് മേ കം ടു മോർ സിറ്റീസ് ലേറ്റർ ഓൺ. സോ നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആളുകൾ പണ്ട് തൊട്ടേ ഉള്ള ഒരു സർവീസാണ്, ലൈക്ക് ഇന്ത്യ പോസ്റ്റിന് പണ്ട് തൊട്ടേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് പോസ്റ്റൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിലുപരി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് പോസ്റ്റൽ സർവീസുകൾ, നമ്മൾ ബോസ്വാല തന്നെ ഒരുപാട് സ്കീമുകളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആസ് എൻ ഒഫീഷ്യൽ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്കീംസുകൾ ഏതൊക്കെയാണ്? ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്കീംസ് ഏതൊക്കെയാണ്? ഈ പോസ്റ്റൽ ഇൻഷുറൻസ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളതാണ്, ആൻഡ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് മെയിൻ സ്കീം. ഇതിൽ തന്നെ അതായത് നമ്മുടെ എൻഡോമെന്റ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അതാണ് എനിക്ക് നമ്മുടെ പോളിസികളിൽ തന്നെ ഒരു മൃഗീയ ഭൂരിപക്ഷം 90% മുകളിൽ തന്നെ എൻഡോമെന്റ് പോളിസിയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇൻഡസ്ട്രി തന്നെ ഏറ്റവും കുറവായിട്ടുള്ള പ്രീമിയവും ഏറ്റവും കൂടുതലായിട്ടുള്ള ബോണസും നൽകുന്നത് ഇന്ത്യ പോസ്റ്റിന്റെ ഈ എൻഡോമെന്റ് പോളിസിയാണ്. ഇതോടൊപ്പം തന്നെ ചിലപ്പം ഒരുപക്ഷെ വളരെ നല്ലതായിട്ടുള്ള പ്രോഡക്റ്റ്, പക്ഷെ ഒരുപക്ഷെ അത്രയ്ക്കും യൂട്ടിലൈസ്ഡ് അല്ലാവുന്നത് ഒരു യുഗൽ സുരക്ഷ എന്ന് പറയും. യുഗൽ സുരക്ഷ എന്ന് പറയുന്ന ഒരു കപ്പിളിന് വേണ്ടിയുള്ളതാണ്. അതായത് ഒരാൾക്ക് എവറി പേഴ്സൺ മേ നോട്ട് ബി എലിജിബിൾ ഫോർ ദാറ്റ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കിട്ടാൻ തന്നെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. യൂഷ്വലി നൗ ഓൾമോസ്റ്റ് എവരിബഡി ക്യാൻ ഗെറ്റ് ഇറ്റ്. എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? യു ഹാവ് ടു ഫിറ്റ് ഇൻ ദാറ്റ് ഏജ് ഗ്യാപ്പ്. ആദ്യം ഞാൻ പറഞ്ഞില്ല, സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പ്രൊഫഷണൽസിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ NSE BSEയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ക്രൈറ്റീരിയാസ്. മിക്ക പ്രൊഫഷണൽസ്, അതായത് അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അങ്ങനെയുള്ള എല്ലാ പ്രൊഫഷൻസും ഒരുവിധം കവേർഡ് ആണ്. അതൊരു പ്രീമിയം പ്രൊഫഷണൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണോ അതോ സാധാരണക്കാർക്കും ലഭിക്കാൻ സാധ്യതയുണ്ടോ? പ്രൈവറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന ജോലികൾ ലിസ്റ്റഡ് കമ്പനികളുള്ളവർക്ക് ലഭ്യമാണ്. അല്ലാത്തവർക്ക് റൂറൽ മേഖലയിലുള്ളവർക്ക് അതിനേക്കാളും അതിൻ്റെ ഒരു റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോസിബിൾ ആണ്. പക്ഷേ അതിൻ്റെ ലിമിറ്റ്സ് വ്യത്യാസമാണ്. അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ അപ്പർ ലിമിറ്റ് 50 ലക്ഷമാണെങ്കിൽ റൂറൽ പോസ്റ്റൽ ലൈഫിന് 10 ലക്ഷമാണ്. പ്രീമിയം കുറച്ചും കൂടെ എനിക്കൊന്ന് കുറച്ച് കൂടുതലാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഈ യുഗൽ സുരക്ഷയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? യുഗൽ സുരക്ഷ എന്ന് പറയുന്നത്, ഇപ്പം ഒരാൾക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എലിജിബിൾ ആണെങ്കിൽ അയാളുടെ സ്പൗസിനും ഓൾമോസ്റ്റ് ആ കവറേജ് അവൈലബിൾ ആണ്. ദ ഓൺലി തിങ്സ് ദാറ്റ് ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ എൻഡോമെന്റ്. ബട്ട് വെൻ യു ആർ ഗെറ്റിംഗ് ഒരു എക്സ്ട്രാ ആളുടെ ഫുൾ കവർ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ വെരി ബെനിഫിഷ്യൽ പോളിസി ഫോർ മെനി പീപ്പിൾ. ഓക്കെ. അപ്പോൾ ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എൻഡോമെന്റ് അഷുറൻസും യുഗൽ സുരക്ഷയും രണ്ടും നല്ല സ്കീമുകളാണ്. വളരെ പോപ്പുലർ അല്ല, പക്ഷേ വളരെ അത്യാവശ്യം പോപ്പുലർ. കാരണം ഈ വർഷം ഈ നമ്മുടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ വളർച്ച തന്നെ 20 മുതൽ 30% വർഷം തോറും. കഴിഞ്ഞ വർഷത്തെക്കാലം 30% ആൾക്കാർ കൂടുതൽ പ്രീമിയം ഈ വർഷം അടയ്ക്കുന്നുണ്ട്. അത്രയ്ക്കും വളർച്ചയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ 40-50%. അപ്പോൾ അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മുടെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ദ പേ ഔട്ട് പെർസെൻറ്റേജ് ഈസ് ഓൾസോ വെരി ഹൈ. എത്രയാണ് അതിന്റെ പെർസെൻറ്റേജ്?
അല്ല പേ ഔട്ട് ക്ലെയിം പെർസെൻറ്റേജസ് ആസ് ലോങ് ആസ് ഇസ് അഡ്മിസിബിൾ എവറിത്തിങ് വി ആർ അതായത് റീസണബിൾ ആയിട്ടുള്ള എല്ലാ റിക്വസ്റ്റുകളും വിൽ ടേക്ക് ഇറ്റ്. കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എൻഡോമെന്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ് ക്യാഷ് ബാക്ക് ഓൾസോ. അതെ അതെ. ബാങ്കുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 5 ലക്ഷം രൂപ വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഷുർഡ്. നമ്മൾ 5 ലക്ഷം രൂപ വരെ ഇൻഷുർഡ് ആണ്. അതുപോലെ നമ്മൾ പോസ്റ്റ് ഓഫീസ് സ്കീമുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണം ഇൻഷുർഡ് ആണോ? ഹൗ സേഫ് ആൻഡ് സെക്യൂരിറ്റീസ്? ബാങ്കുകളൊക്കെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ RBIയുടെ കൺട്രോൾ വരുന്നുണ്ട്. അപ്പം ഈ പോസ്റ്റ് ഓഫീസുകളിൽ നമ്മൾ അല്ലെങ്കിൽ ബാങ്കുകളിൽ എടുക്കുന്ന എല്ലാ അക്കൗണ്ടുകളും ഒരു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഏജൻസി വഴി അവർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇൻ കേസ് ദ ബാങ്ക് ഫെയിൽസ് യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 5 lakh. ദാറ്റ് ഇസ് എ സീലിംഗ്. ഇൻ കേസ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഒരു ബാങ്ക് അല്ല. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾ ഗവൺമെന്റിന് പൈസ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ലൈക്ക് യു ആർ ഗിവിംഗ് ദ മണി ടു Ministry of Finance and the government is doing development. ഇതൊരു sovereign guarantee ഉള്ളതാണ്. As long as India government is there, you will get the money back. ആ ഒരു ഗ്യാരണ്ടി, That guarantee I think unlimited. എത്രയാണോ നിങ്ങൾ ഇടുന്നത് അത്രയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു തരത്തിൽ 100% കവർ. ആ ബാങ്ക് അല്ലെങ്കിൽ ആ സൊസൈറ്റി അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ഇഷ്യൂ വരുന്നില്ല. ഒരാൾ എന്തുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം? വൈ എ പേഴ്സൺ ഷുഡ് ചൂസ് പോസ്റ്റ് ഓഫീസ് ഇൻസ്റ്റെഡ് ഓഫ് എ ബാങ്ക്? ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. എനിക്കറിയില്ല എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? അപ്പോൾ സാറ് പോസ്റ്റ് ഓഫീസ് സജസ്റ്റ് ചെയ്യോ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? പോസ്റ്റ് ഓഫീസ് ഞാൻ പറഞ്ഞ പോലെ 89% റൂറൽ ഏരിയയിലാണ്. മെനി പോസ്റ്റ് ഓഫീസ് ഉള്ള ഇടങ്ങളിലും ബാങ്കുകളുടെ റീച്ചുകൾ വളരെ കുറവാണ്. ആണെങ്കിൽ തന്നെയും അവർക്ക് റൂറൽ ഏരിയകളിലുള്ള സർവീസുകൾ ഇറ്റ്സ് നോട്ട് ആസ് ഗുഡ് ആസ് ഇൻ പെർഹാപ്സ് ഇൻ സിറ്റി ലിമിറ്റ്സ്. സോ സെക്കൻഡ് പ്രോബ്ലം ദിസ് സേഫ്റ്റി ഗ്യാരണ്ടിയാണ്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് അങ്ങനെ ആർക്കും ഒന്നും നഷ്ടമായിട്ടുള്ളതായിട്ട് കേൾവിയില്ല. ആണെങ്കിൽ തന്നെയും ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു യു. ദർ ഇസ് നോ കേസ് ഓഫ് എ ലോസ് in post office. That security is there. Sometimes there will be an edge. അതായത് ഗവൺമെന്റിന്റെ പ്രിവെയിലിംഗ് റേറ്റ്സ് അനുസരിച്ച് ചില പോളിസികൾക്ക് ഒരു നല്ല ബെനിഫിറ്റ് കാണും. ഇപ്പം ബാങ്കുകളിൽ ഇപ്പം കൊടുക്കുന്ന സേവിങ്സ് ബാങ്കിന്റെ പല ഇൻട്രസ്റ്റ് റേറ്റുകളും 2.25, 2.5% ആണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അത് 4% ആണ്. അതേപോലെ തന്നെ FDകളിലാണെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അതേപോലെ തന്നെ PPF ആണെങ്കിലും സുകന്യ സമൃദ്ധി ആണെങ്കിലും പല റേറ്റുകളും ബാങ്ക് റേറ്റുകളെക്കാളും ഹയർ ആണ്. ഇപ്പം എല്ലാം ഹയർ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് രീതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സാറിന് അറിയാലോ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലുള്ള സ്കീമുകൾ വരാൻ ചാൻസ് ഉണ്ടോ ഇന്ത്യ പോസ്റ്റിൽ ഭാവിയിൽ? ഇടയ്ക്ക് പോസ്റ്റ് ഓഫീസ് മ്യൂച്വൽ ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബട്ട് ദേ ആർ ആക്ടിങ് ആസ് എൻ ഏജൻസി. ഇത്രയും വലിയൊരു നെറ്റ്വർക്കുള്ള ഓർഗനൈസേഷൻ എന്ത് പ്രോഡക്ട്സ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിന് ഗവൺമെന്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും മാറി ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ നേരിട്ട് മ്യൂച്വൽ ഫണ്ട് എന്തായാലും ചെയ്യുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ മ്യൂച്വൽ ഫണ്ടിന് ഒരുപക്ഷെ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ എന്തോ ഒരു പ്രപ്പോസൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽസ് എനിക്ക് അറിവില്ല. ഫ്യൂച്ചറിൽ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് പോസിബിൾ. കാരണം ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ആകുമ്പോഴത്തേക്കും ദ തിങ് ഇസ് ദാറ്റ് എല്ലാം ഒരു ഡിജിറ്റലി സേവി ആയിട്ടുള്ള ഒരു യൂത്ത് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ ലിവിങ് ഇൻ സിറ്റീസ് ആണ് മോസ്റ്റ്ലി ഇതിൻ്റെ യൂട്ടിലൈസ്ഡ്. ഇപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റിൽ തന്നെയാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ സ്റ്റിൽ ഒരു സ്മോൾ പ്രൊപ്പോർഷൻ ആണ് കമ്പയർഡ് ടു ദ ഗ്ലോബൽ ആവറേജസ്. Now to reach out to the public, especially the rural people, and to mobilize them, one possible good channel will definitely be the postal department ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലടക്കമുള്ള ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. സോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോസ്റ്റ് ഓഫീസ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സേവിങ്സ്? ആൾക്കാർ അവരുടെ പണം അവർ ചുരുക്കൂട്ടി വെച്ച ചെറിയ തുകയാണെങ്കിൽ പോലും അവർ പോസ്റ്റ് ഓഫീസ് RDയിലൊക്കെ ഇടുന്നത് നമ്മൾ കാണാറുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അവർക്ക് വേണ്ടി ഇന്ത്യ പോസ്റ്റ് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കേരള നമ്മുടെ ഒരു കൾച്ചർ നോക്കുന്ന സമയത്ത്. അല്ല, ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് RD എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പ്രത്യേകിച്ചും ഈ ചെറിയ സമ്പാദ്യശീലങ്ങൾ, അതായത് ഇതിൽ പലരും കിട്ടുന്ന സാധനങ്ങൾ ചെലവഴിക്കുന്നവർക്ക് ഒരു തുടക്കം വേണമല്ലോ. ആ തുടക്കത്തിന് മാസം ഒരു 100 രൂപ വെച്ച് മാറ്റി വെക്കാൻ കഴിയുന്നവർക്ക് തുടങ്ങാവുന്നതാണ് ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്. പ്രത്യേകിച്ചും ഇത് വളരെ സഹായിക്കുന്നത് ഇത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവർ മാത്രമല്ല, പണക്കാരും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ക്വാണ്ടം മാത്രം മാറുന്നതേ ഉള്ളൂ. 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്, 10,000 ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആയിട്ട് പലതിൽ ചെയ്യുന്നവരുണ്ട്. അത് കാരണം കാലക്രമേണ പലതും മെച്ചുറാകും. അപ്പോൾ ഓരോ സമയങ്ങളിലും മെച്ചുറായി കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നവരുണ്ട്.
ലക്ഷക്കണക്കിന് ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാം, ഞാൻ ഹൈദരാബാദിലൊക്കെ ഇരുന്നപ്പോൾ ലക്ഷക്കണക്കിന് RD ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ടായിട്ടുണ്ട്. അത് ശരി. അപ്പം ഇത് ബേസിക്കലി അതൊരു സേവിങ് സ്കീമാണ്. അപ്പം ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർക്കും തുടങ്ങാം. പണ്ട് ഗ്രാമങ്ങളിൽ അവർക്ക് വന്ന് ഇപ്പം തീരെ എല്ലാവർക്കും ആ ഒരു മൊബൈൽ കൂടെ ബാങ്കിങ് ചെയ്യാനുള്ള പരിചിതം അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാത്തവർക്ക് തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസിൽ വന്ന് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ RDയുടെ ഒരുപാട് ഏജൻസ് ഉണ്ട്, അവർ വേണമെങ്കിൽ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാം. പിന്നെ ഡിജിറ്റലായിട്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈലിൽ നിന്ന് തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ പലപ്പോഴും നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് ഇപ്പം അക്കൗണ്ടിൽ വരുന്ന പലിശയെ തന്നെ വീണ്ടും അത് RDയിലോട്ട് പോകും. ഒരുപക്ഷെ പലരും ചെയ്യുന്ന ഒരു സ്കീമാണ് ഈ മന്ത്ലി ഇൻകം സ്കീമും ഈ RDയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത്. അതായത് മന്ത്ലി ഇൻകം സ്കീമിൽ നമ്മൾ ഒരു 9 ലക്ഷം രൂപ ഇട്ടിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു 5000 ശിഷ്ടം നമ്മുടെ സേവിങ്സ് ബാങ്കിൽ വന്നിട്ട് ആ സേവിങ്സ് ബാങ്കിൽ നിന്ന് തന്നെ നേരിട്ട് RDയിലോട്ട് പോകുന്നു. അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ബെനിഫിറ്റ് ഇത് രണ്ട് ലിങ്ക് ചെയ്ത ആൾക്കാർ ഇടുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ് ആയിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അത് ശരി. ഇപ്പം സാറിപ്പോൾ ഒരു ഹയർ ലെവൽ ഒഫീഷ്യലാണ് ഇന്ത്യ പോസ്റ്റിൻ്റെ തന്നെ. അപ്പോൾ റൂട്ട് ലെവലിൽ ധാരാളമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വിവരം ലഭിക്കുന്നത്? അങ്ങനെ വിവരം ലഭിച്ചാൽ തന്നെ അതെങ്ങനെയാണ് ആ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യുന്നത്? അതൊന്നും പറയാം. ഇല്ല, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ എല്ലായിടത്തും കംപ്ലയിൻറ്റ് എസ്കലേഷൻ മെക്കാനിസംസ് നല്ല സ്ട്രോങ് ആണ്. പല രീതിയിൽ ട്വിറ്ററിലാണെങ്കിലും PG പോർട്ടലിലാണെങ്കിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പോർട്ടലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയ അഡ്വാൻസ് പോസ്റ്റൽ ടെക്നോളജി തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് റെസൊല്യൂഷൻ സിസ്റ്റം ഉണ്ട് നമുക്ക്. ഇത് ജസ്റ്റ് നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിനും മാത്രമല്ല നമ്മുടെ കോർപ്പറേറ്റ് ബൾക്ക് കസ്റ്റമേഴ്സിനും ഉപയോഗിക്കാവുന്ന വളരെ നല്ലൊരു മെക്കാനിസമാണ്. ഇത് ക്ലിയർ ആയിട്ട് തന്നെ ടിക്കറ്റ്സ് ആയിട്ട് ഫോം ചെയ്യും. അത് കറക്റ്റായിട്ട് റെസൊല്യൂഷൻ ഡെസ്കിൽ പോകും. പിന്നെ നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മളത് നോക്കുന്നുണ്ട്. നമുക്ക് നോംസ് ഉണ്ട്, നോംസ് അനുസരിച്ച് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഹയസ്റ്റ് ലെവൽസിൽ തന്നെ ഇത് മോണിറ്റർഡ് ആണ്. അല്ല, പണ്ട് നമ്മൾ സാധാരണ ഒരു ഗവൺമെന്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ, കെട്ടിക്കിടക്കുന്നു. നമ്മൾ ഈവൻ തന്നെ കുറെയൊക്കെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ പോസിബിൾ ആണ്. നമ്മൾ 100% അവിടെ എത്തിയിട്ടില്ലെങ്കിലും ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഓൺഗോയിങ് പ്രോസസ് ആൻഡ് വി ആർ ഗോയിങ് അറ്റ് എ വെരി ഫാസ്റ്റ് പേസ്. പിന്നെ പോസ്റ്റ് ഓഫീസുകൾ തന്നെ ഇപ്പം എല്ലാം ഓൾമോസ്റ്റ് ഡിജിറ്റലായി മാറിയിട്ടുണ്ട്. ആൾക്കാർക്ക് എല്ലാ ട്രാൻസാക്ഷനും ഫോൺ വഴി തന്നെ ചെയ്യാം. ഇനിഷ്യലി ടച്ച് പോയിന്റുകൾ, അതായത് ഇനിഷ്യലി നമ്മൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി നെറ്റ് ബാങ്കിങ്ങിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഈ പുതിയതായിട്ട് RD തുടങ്ങുകയാണെങ്കിലും ക്ലോസ് ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ TD FD പോലത്തെ TD ആണ് നമ്മൾ പറയുന്നത്. TD തുടങ്ങുകയാണെങ്കിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പേയ്മെന്റ്സ് ഒക്കെ മൊബൈലിൽ കൂടെ ചെയ്യാവുന്നതാണ്. നമ്മുടെ പേയ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴി തന്നെ ചെയ്യാവുന്നതാണ്. സാർ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ധാരാളം പോസ്റ്റ് ഓഫീസ് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വരുന്ന കമൻസ്, കോമൺ ആയിട്ട് വരുന്ന ചില കമൻസ് എന്ന് പറയുന്നത്, ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല, അവർ എന്നോട് പറയുന്നത് ഫേക്ക് ന്യൂസ് ആണ്, ഇങ്ങനെ ഒരു സ്കീമില്ല. ഇങ്ങനെ ധാരാളം ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല എന്ന രീതിയിലുള്ള ധാരാളം പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് ആസ് എ ചാനൽ, ആസ് എ പ്ലാറ്റ്ഫോം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് ഇങ്ങനെ ഒരു സംഭവം നിലവിലുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് അതിനെപ്പറ്റി അവരല്ലാത്തത്? അല്ല, ഈ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് ഇൻഷുറൻസ് ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റ് അല്ലെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ പാർസലിനെ പറ്റിയാണെങ്കിലും ഒരുവിധം എല്ലാവർക്കും ഉറപ്പായിട്ട് അറിയുന്നതായിരിക്കും. കാരണം അത്രയ്ക്കും അത് അവർ ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൽ വരാൻ പറ്റുന്ന സാധ്യത എന്ന് ഞാൻ പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് മുഖാന്തരം പല ഇൻഷുറൻസ് കമ്പനികളുടെയും നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ചിലപ്പോൾ പുതിയ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്, പ്രോഡക്റ്റ്സ് പോകുന്നുണ്ട്. ആ ഒരു ഹൈ ഫ്ലക്സ് ഉള്ളത് കൊണ്ട് എല്ലാവരും എല്ലാ പ്രോഡക്ട്സിനെ പറ്റിയും അവബോധം അവർ ട്രെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് മാറ്റാൻ വേണ്ടി തന്നെ കണ്ടിന്യൂസ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈ ഫ്ലക്സ് ഓഫ് പ്രോഡക്ട്സ് വരുന്ന കാരണമാണ് ചിലപ്പോൾ ചില പ്രോഡക്ട്സ് കൺഫ്യൂഷൻ വരുന്നത്. ഒരുപക്ഷെ വളരെ നല്ലൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് ഇടയ്ക്ക് നമ്മുടെ ബജാജ് ഇൻഷുറൻസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രോഡക്ട്സിനെ പറ്റി ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് കൂടുതൽ ഈ പ്രോബ്ലം വരുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രോഡക്ട്സിനെ പറ്റിയുള്ളതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ തന്നെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്, മെക്കാനിസംസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈവൻ ഒരുപാട് എസ്കലേഷൻ മെക്കാനിസംസ് ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ലോങ് ടേം ഇറ്റ് വിൽ നോട്ട് ബി എ പ്രോബ്ലം ഫോർ എനിബഡി. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അത് അത്ര പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഓൺഗോയിങ് ആണ്. ഇതാണ്, അതായത് ആൾക്കാർക്ക് അങ്ങനെ അവയർ അല്ലാത്ത രീതി ഇല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സംടൈംസ് ഈ പ്രോഡക്ട്സ് വരുന്നതിന്റെ സ്പീഡ് ഭയങ്കര ഹൈ ആണ്. നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പ്രോഡക്ട്സ്, ഒരുപാട് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ആധാർ നമ്മൾ ചെയ്യുന്നുണ്ട്, പാസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് സർവീസുകളിൽ എല്ലാ ആൾക്കാർക്കും എല്ലാ സർവീസിനെ പറ്റിയും ചിലപ്പോൾ ധാരണ കാണത്തില്ല. പക്ഷേ മെയിൻ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എല്ലാ സ്റ്റാഫിനും അറിയാവുന്നതാണ്. ഓക്കെ. കാരണം നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും കൊണ്ട്, ഈവൻ നമ്മുടെ ഓരോ ദിവസവും വീട്ടിൽ വരുന്ന പോസ്റ്റ്മാനാണ് നമ്മുടെ അൾട്ടിമേറ്റ് സെയിൽസ് പേഴ്സൺ. അതെ. എല്ലാ പ്രോഡക്ട്സിനെ പറ്റിയും. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ പോസ്റ്റ്മാനും ആർ എനേബിൾഡ് ടു ഗിവ് ഓൾ സർവീസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. ശരി. പോസ്റ്റ്മാനെ കൊണ്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് എല്ലാ ബീറ്റുകളും നമ്മൾ കുറേയൊക്കെ മെക്കനൈസ് ചെയ്തു. ഇതിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിപ്പം എൻറ്റയർ ഇന്ത്യ എന്ന രീതിയിലാണല്ലോ അത് ലോഞ്ച് ചെയ്യുക. അപ്പം വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ വരെ ഇത് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്, ആ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള പ്രോഡക്ട്സിൽ യാതൊരു പ്രശ്നവും വരത്തില്ല. നമ്മൾ ഈ IPPB എന്ന നമ്മുടെ ഒരു പേയ്മെന്റ് ബാങ്ക് ഉണ്ട്. പേയ്മെന്റ് ബാങ്ക് മുഖാന്തരം പേയ്മെന്റ് ബാങ്ക് മൾട്ടിപ്പിൾ സർവീസസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പേടിഎമ്മിനകത്തൊരു കയറിയാൽ അവിടെ നിന്ന് ഇൻഷുറൻസ്, അങ്ങനത്തെ ഒരു 100ഓളം സാധനങ്ങളുണ്ട്. ഇതിനകത്ത് വരുന്ന ആ പ്രോഡക്ട്സിലായിരിക്കും കൺഫ്യൂഷൻ വരാൻ കൂടുതൽ സാധ്യത. കാരണം അല്ലെങ്കിൽ ഈ മെയിനായിട്ടുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ്ങിനെ പറ്റിയുള്ളത് ഞാൻ കണ്ടെടുത്തോളം എല്ലാ എംപ്ലോയീസും വളരെ നല്ല അവെയറാണ് ഈ പ്രൊഡക്ട്സിനെ പറ്റി. അപ്പോൾ നമ്മുടെ ഓഡിയൻസ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് ഹയർ ഒഫീഷ്യലായിട്ടുള്ള, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇൻ്റർവ്യൂ മോഡ് കിട്ടിയത് ഒരു വെരി ഹയർ പൊസിഷനിലുള്ള ഒരാളായിട്ടാണ്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സാറിന് നമ്മുടെ ഓഡിയൻസോട് അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസ് യൂസേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? പോസ്റ്റ് ഓഫീസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണോ? എന്തുകൊണ്ട് ഒരാൾ പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം? അതിനെപ്പറ്റി സാറിന് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഫസ്റ്റ്, പോസ്റ്റ് ഓഫീസ് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് സർവീസ് ഡെലിവറി ടൂളാണ്. ഇറ്റ് ഈസ് നോട്ട് വളരെ കമേഴ്ഷ്യലായിട്ട് ആലോചിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ആലോചിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല. ആ സർവീസ് എല്ലാ ആൾക്കാരിലും എത്തിക്കുക എന്നുള്ളതാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി തന്നെ ഒരുപാട് നല്ല സ്കീമുകളുണ്ട്. അപ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്നത് ഒന്നുകിൽ പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അവിടെയുള്ള സ്കീമുകളെ പറ്റി നമ്മൾ ഒരു അവബോധരാകുക. എന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും തന്നെ ഈ പോസ്റ്റ് ഓഫീസ് നമുക്ക് മാർക്കറ്റിലുള്ള പ്രോഡക്ട്സിനെ പറ്റി നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതാണ് നമ്മൾ ഓഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നിങ്ങളുടെ ഒരു അവബോധത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ റീച്ചിൻ്റെ കുറവോ ഒരിക്കലും വരത്തില്ല. കാരണം എല്ലായിടത്തും ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഒരുപക്ഷെ ആദ്യം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഫോണിൽ കൂടെ ചെയ്യാം. ഒരുപക്ഷെ ബാങ്കുകളോളം അല്ലെങ്കിൽ ബാങ്കിനെക്കാളും നല്ല സർവീസുകളും അതിനേക്കാളും നല്ല സുരക്ഷിതത്വം നൽകുന്ന ഒരു ചാനലാണ് പോസ്റ്റ് ഓഫീസ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.